നീ പോയി കിടന്നോ. വേണുട്ടൻ വല്ലതും കഴിച്ചോ? കഴിച്ചു, അതാണല്ലോ ഈ കോലത്തില്. ഇനിയേ ഈ പിള്ളേർക്കെങ്കിലും ആ ഗതി വരരുത്. കർമ്മഫലം അതല്ലാതെ മറ്റൊന്നുമല്ല അവൾ അനുഭവിക്കണേ. ഇനിയും അനുഭവിക്കാൻ ബാക്കി എത്ര കിടക്കണു. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ ഓർമ്മളെ. ഉള്ളിലെ ടെൻഷനൊക്കെ ഈ മുഖത്ത് പ്രകടമായി മനസ്സിലാവും. വേണുവേട്ടന്റെ മനസ്സിലിപ്പോ സ്വന്തം അമ്മയും പെങ്ങളും അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേണുട്ട, എന്താ ഇത്? വേണുട്ട മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട്. അമ്മ എന്തി ഉറങ്ങിയ? എന്താ വിളിക്കണോ? വേണ്ട, എന്നെ ഈ അവസ്ഥയിൽ അമ്മ കാണണ്ട. എനിക്കൊന്ന് കിടക്കണം. അപ്പോ വേണുട്ടൻ വീട്ടിൽ പോകുന്നില്ലേ? ഏയ് ഇല്ല. അപ്പോ മൃദുലേച്ചും കുട്ടികളും പേടിക്കില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ പോയി കിടന്നോ. വേണുട്ടൻ വല്ലതും കഴിച്ചോ? കഴിച്ചു, അതാണല്ലോ ഈ കോലത്തില്. വേണുട്ടൻ ഇത് പതിവുള്ളതല്ലോ. ഇന്ന് എന്തു പറ്റി? ഒന്നുമില്ല, നീ പോയിക്കോ. ഞാനിന്ന് വേണുട്ടനെ പുറത്തു വെച്ച് കണ്ടിരുന്നു. വേണുട്ടന്റെ വണ്ടിയില് ഒരു പെണ്ണും ഉണ്ടായിരുന്നല്ലോ. അതാരാ? ഞാൻ ആദ്യം കരുതിയത് മൃദുലേച്ചിയാണെന്നാ. ആരാ വേണുട്ട ആ സ്ത്രീ? അതെന്റെ ബിസിനസ് പാർട്ണർ ഹരിയുടെ ഭാര്യ ഊർമിള. അവരെങ്ങനെ വേണുട്ടന്റെ വണ്ടിയില്? ദുബായിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹരി അവിടെ ജയിലില്ല. ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാ ഞാനിങ്ങോട്ട് പോന്നെ. എൻ്റെ ഒപ്പം ഊർമിളയും പോന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മൃദുലേച്ചിക്ക് അറിയോ? ബിസിനസ് തകർന്ന വിവരം മൃദുലേക്കറിയാം. പക്ഷേ ഊർമിള എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള വിവരം അവൾക്കറിയില്ല. അതെന്താ വേണുട്ട പറയാഞ്ഞേ? അതെ, മതി ക്രോസ് വിസ്താരം. നീ കിടന്നുറങ്ങ്, എനിക്ക് ഉറങ്ങണം. കഴിക്കുമോനെ? മമ്മി, ഡാഡി എന്താ വരാത്തെ? ഡാഡി വരും മക്കളെ, നിങ്ങൾ കഴിക്ക്. മോളെ വേണ്ട, ഡാഡി വന്ന് വാരി തന്നാലേ ഞാൻ കഴിക്കൂ. പിന്നെ പുന്നാര ഡാഡി വന്ന് വാരി തന്നിട്ട് എന്റെ മക്കള് കഴിച്ചാ മതി. ഡീ ചിണുങ്ങാതെ മര്യാദക്കിരുന്ന് കഴിക്കാൻ അങ്ങോട്ട്. ഇല്ലെങ്കിൽ തല്ലി കഴിപ്പിക്കും ഞാൻ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഡാഡിക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ സ്നേഹം കാണിക്കുന്നേ? എന്താ അമ്മ ഇത്? കൊച്ചു കുഞ്ഞുങ്ങളോടാണോ ഇങ്ങനെയൊക്കെ? തല്ലിയും ചൊല്ലിയും വളർത്തേണ്ട പ്രായമായത്. ഈ പ്രായത്തിൽ നിന്നെ ഞങ്ങൾ അങ്ങനെയല്ല വളർത്തിയത്. തലയെ കയറ്റി വെച്ച് ഒരുപാട് ലാളിച്ചു. ആ വളർത്തുദോഷം കൊണ്ടാ നിന്റെ ജീവിതം ഇങ്ങനെയായത്. ഇനിയേ ഈ പിള്ളേർക്കെങ്കിലും ആ ഗതി വരരുത്. എടി, നിന്നോടാ കഴിക്കാൻ പറഞ്ഞേ, കഴിക്കടി. അമ്മമ്മ പറയുന്നത് കേക്ക് മോളെ, കഴിക്ക്. നിനക്ക് ഞാൻ പറഞ്ഞ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. ദേ, എന്നാലും ഈ മക്കളെ ഓർത്ത് ഞാൻ പറയാ, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ പോലെ വേണു വല്ലയിടത്ത് മദ്യപിച്ച് വീണതാണെങ്കിൽ കാലത്തെങ്കിലും കയറി വരേണ്ടതല്ലേ? ഇതുവരെ വന്നില്ലല്ലോ. അപ്പൊ അവൻ ശ്രീനിലയെത്തി പൊറുതി തുടങ്ങിയിരിക്കാൻ തന്നെയാ സാധ്യത. അവിടെ നേർവങ്ങളുടെ കല്യാണക്കാരി മുറുകിയിരിക്കുകയല്ലേ, നടത്തിക്കൊടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. അതിനിടയിൽ ഭാര്യ മക്കളെ മറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവിടെയാണെങ്കിൽ വേണുവേട്ടനൊന്ന് വിളിച്ചു പറയാതിരിക്കോ? പീറ്ററിന്റെ കൂടെ ദൂരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം, നീ എന്റെ വയറ്റിൽ എങ്ങനെ പിറന്നു എന്നാ ഞാൻ ആലോചിക്കുന്നേ. എടി പൊട്ടി,
അവൻ എങ്ങും പോയതല്ല. അവൻ ശ്രീനിലയത്തിലുണ്ടാവും. ഞാനാ പറയുന്നേ. അല്ലാതെ അവൻ എവിടെ പോവാനാ മോളെ? അവൻ അവിടെ അമ്മയും പെങ്ങളും കൂടെ കല്യാണക്കാര്യത്തിന്റെ ചർച്ചയിലോ മറ്റോ ആയിരിക്കും. അതാ രാത്രി വരാൻ പറ്റാതിരുന്നത്. മോളെ മൃദുലേ, ഇനിയെങ്കിലും നിനക്ക് അമ്മയുടെ വാക്ക് കേൾക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ നീ നേരം കളയാതെ ശ്രീനിലയത്തിലേക്ക് ചെല്ല്. അല്ലെങ്കിൽ നാളെ നിന്റെ ഈ മക്കളാ കഷ്ടപ്പെടേണ്ടി വരുന്നത്. അത് നീ മറക്കണ്ട. ആഹാ, മൃദുലയോ? മോൾക്ക് സുഖാണോ? മരുന്നിന്റെ ക്ഷീണം കൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് ഉറങ്ങിപ്പോയി. വേണു വന്നതും കിടന്നതും ഒന്നും ഞാൻ അറിഞ്ഞതേയില്ല. ഇന്ന് രാവിലെയാ കണ്ടത്. രാത്രി കല്യാണത്തിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു അല്ലേ? ചർച്ചയോ? എന്ത് ചർച്ച? എന്തിനാ അമ്മ എന്നിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? മായയുടെ കല്യാണത്തിന്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. രാത്രി മുഴുവൻ നിങ്ങളൊക്കെ കൂടി ചർച്ചയും കാര്യങ്ങളുമായിരുന്നു എന്നും എനിക്കറിയാം. എന്തിനാ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കുന്നത്? അത് വേണുവേട്ടനോ എന്നോടൊന്നും പറയില്ല. നിങ്ങൾക്കെങ്കിലും എന്നോട് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞൂടെ? എന്നെ എന്തിനാ അന്യായി കാണുന്നത്? മൃദുലേച്ചി വിചാരിക്കുന്ന പോലൊന്നും അല്ല. വേണ്ട മോളെ, എല്ലാം മൃദുലേച്ചിക്കറിയാം. എനിക്കിഷ്ടക്കേടൊന്നുമില്ല. നിന്റെ കാര്യം നടന്നു പോണതില് എനിക്ക് സന്തോഷേ ഉള്ളൂ. വേണുട്ടാ, വേണുട്ടാ, എനിക്ക് വരില്ല എന്നുള്ള വിവരം ഒന്ന് വിളിച്ചെങ്കിലും പറയായിരുന്നില്ലേ വേണുട്ടിന്? ഒരു രാത്രി മുഴുവൻ ഞാനും കുട്ടികളും തീ തിന്നു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് കരുതി. അപ്പൊ അത് ശരി, ഞാൻ വന്നതായി തെറ്റ്. വിവരം അറിയിക്കാതെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് എവിടെ പോയി കിടക്കുന്നു? ഞാൻ മറ്റെങ്ങും പോയി കിടന്നില്ലല്ലോ. വേണുട്ടാ, തർക്കിക്കണ്ട. വാ, നമുക്ക് പോവാം. നീ വയ്ക്കോ, ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിട്ട് വരാം. കളിപ്പാട്ടവും വേണ്ട, ഒന്നും വേണ്ട. വേണുട്ടിനൊന്ന് വന്നാ മാത്രം മതി. വേണുട്ടൻ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോവാ. നീ വയ്ക്കോ, ഞാൻ വരാം. വേണു, ചെല്ലു മോനെ. മൃദുല തെറ്റിദ്ധരിച്ചിരിക്കുക. നീ കൂടെ ചെല്ല്. കർമ്മഫലം അതല്ലാതെ മറ്റൊന്നുമല്ല അവൾ അനുഭവിക്കണേ. ഇനിയും അനുഭവിക്കാൻ ബാക്കി എത്ര കിടക്കണു? വേണ്ട വേണ്ട എന്ന് എത്ര തവണ പറഞ്ഞിട്ടും പടിയിറങ്ങിപ്പോയ അമ്മായിയുടെ മോനെ തന്നെ കെട്ടുന്ന് വാശി പിടിച്ചവളല്ലേ അവള്. തന്നിഷ്ടത്തിനുള്ള ശിക്ഷ ജന്മം മുഴുവൻ അവൾ അനുഭവിച്ചു തീർക്കണം. പണ്ട് നടന്നതും പടയിൽ ചത്തതുമെല്ലാം ചെയ്യേണ്ട സമയമല്ലിത്. ഏതായാലും അവൾ അവളുടെ വഴി തെരഞ്ഞെടുത്തു. കുട്ടികളായി, കുടുംബമായി. തെറ്റായാലും ശരിയായാലും ജീവിതം നമ്മുടെ കുട്ടിയുടേതാ. ഇനിയെങ്കിലും ഈ കുത്തുവാക്കുകളും കുറ്റം പറച്ചിലും ഒന്ന് നിർത്തിക്കൂടെ? പൊന്നുമോളുടെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ കുറെ പ്രാർത്ഥനയും വഴിപാടൊക്കെ നടത്തിയില്ലേ? എന്നിട്ടിപ്പോ എന്തായി? തറവാടിന്റെ മാനം കെടുത്തിയ അമ്മായിയുടെ നടക്കേ സാഷ്ടാംഗം വീഴാനവള് പോയിരിക്കണു. കൊണ്ടത് പറയിപ്പിക്കണ്ട. രാമകൃഷ്ണ, നീ ഒന്നടങ്ങ്. മൃദുല അവിടേക്ക് പറഞ്ഞേച്ചാ ഞാനാടാ. അവള് ചെന്ന് അവൻ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരട്ടെ. അതല്ലെങ്കിൽ വേണു ദുബായി പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഇങ്ങേറെ പെങ്ങളും മകളും തട്ടിയെടുക്കും. പത്മം, എഴുതാപ്പുറം വായിക്കുന്നതൊന്നും നിർത്തുന്നുണ്ടോ നീ? നിന്റെ മകളെ ഭാര്യയാക്കിന്ന് വെച്ച് വേണു സ്വന്തം അമ്മയും പെങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടെന്നർത്ഥമുണ്ടോ? ഇനി ഇപ്പൊ അവൻ അവരെ നോക്കിന്ന് സഹായിച്ചു എന്നും വെക്ക്. അത് അവന്റെ കടമയല്ലേ, ബാധ്യതയല്ലേ? അതെ, ബാധ്യത തന്നെയാ. എന്റെ മോടെ ജീവിതം പെരുവഴിയിലായാലും നിങ്ങളുടെ പെങ്ങടെ മോടെയും സുഖജീവിതത്തിന് ഒരു കുറവും വരരുത്. അല്ലേലും നിങ്ങൾക്ക് കണ്ണിവിടെയും കൂറ് അവിടെയാണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്? ഇങ്ങേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നമുക്ക് നട്ടഭ്രാന്താടാ. അതെ, അളിയോ നിന്ന് ഇയാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാമെന്ന് കരുതണ്ട. എന്റെ പെങ്ങളുടെ ലൈഫിനെ കൂടി ബാധിക്കുന്ന കാര്യം കൊണ്ട് ചോദിക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? പറയണം. അളിയ, ഇത് എന്റെ വീടാ. മരുഭൂമിയിൽ കിടന്ന് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം.
ഈ വീടിന്റെ ഓരോ അണുവിലും എന്റെ ചോരയുടെയും വീർപ്പിന്റെയും ഗന്ധമാണ്. വിയർക്കാതെ ഇത്തിൽ കണ്ണിയുടെ ജന്മം ജീവിച്ചു തീർക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് എന്നെ ചോദ്യം ചെയ്യാന്ന് വെച്ചാ അത് ഭയങ്കര ബോറാ. അളിയ ചെല്ല്. അല്ല, വാ ചേച്ചി. എന്താ കുട്ടിയാകെ മൂടിയായിട്ടിരിക്കുന്നത്? എന്താന്നറിയില്ല, ഒരു ക്ഷീണം. അത് ഈ സമയത്ത് പതിവായിട്ടുള്ളതാ. ഉള്ള ഊർജം ഒരാളും കൂടി ഷെയർ ചെയ്യല്ലേ. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നന്നായി കഴിക്കണം കേട്ടോ. ദേ, ഞാൻ ഇത്തിരി ഓറഞ്ചും മുന്തിരിയും കൊണ്ടുവന്നിട്ടുണ്ട്. രാസവെള്ളം ഇടാത്തതാ. അങ്ങോട്ട് വെച്ചേരെ. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല ചേച്ചി. ചുമ്മാ ഫോർമാലിറ്റി കാണിക്കാതെ വാങ്ങി ഫ്രിഡ്ജിലോട്ട് വെക്ക്. ഊട്ടാനും തീറ്റാനും എനിക്ക് മക്കളും കുട്ടികളും ഒന്നുമില്ലല്ലോ. തൊടിയിലുണ്ടായതും വച്ചുണ്ടാക്കിയതും ഒക്കെ നൈബേഴ്സിന് കൊടുത്ത അഭിപ്രായം കേൾക്കുന്നതിലാ എനിക്ക് സന്തോഷം. കുട്ടിയുടെ ഭാവം കാണുമ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചാലും കർക്കിടകക്കഞ്ഞി കുടിച്ചാലും ഒന്നും ഈ ക്ഷീണം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാൾക്ക് ക്ഷീണേ മനസ്സിലാണെന്നാ എനിക്ക് തോന്നുന്നേ. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ ഓർമ്മളെ. ഉള്ളിലെ ടെൻഷനൊക്കെ ഈ മുഖത്ത് പ്രകടമായി മനസ്സിലാവും. ഹോ, എന്നാലും എന്റെ കർത്താവേ, എന്ത് ടെൻഷനും പ്രശ്നമുണ്ടെങ്കിലും ഒരു കുഞ്ഞുണ്ടാവാൻ പോണൂന്ന് അറിയുമ്പോഴെങ്കിലും ആളുകളെല്ലാം മറന്ന് സന്തോഷിക്കും. ഇവിടെ ഒരാളാണെങ്കിൽ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? എന്ത് പറ്റി ഇയാൾക്ക്? ഞാനൊരു കാര്യം ചോദിച്ചാ ഊർമിള സത്യം പറയൂ. എന്താ ചേച്ചി? കുഞ്ഞുണ്ടാവുന്ന കാര്യത്തിൽ വേണുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ഏയ്, താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, നിങ്ങളുടെ രണ്ടാളുടെ മട്ടും ഭാവവും കാണുമ്പോ ഒരു സംശയം. സാധാരണ ഭർത്താക്കന്മാർ ആദ്യമായി പ്രഗ്നന്റായ ഭാര്യയെ വിട്ടുപോവില്ല. നോക്കിയും കണ്ടും ശുശ്രൂഷിച്ചും പിന്നാലെ അങ്ങ് കൂടും. വേണുവാണെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി. പുറത്തു പോയാൽ മിക്കപ്പോഴും വരുന്നത് പാതിരാത്രിയിലും. പിന്നെ ഇച്ചായൻ 2-3 തവണ ഈ കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ കുട്ടിയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ ഊർമിളെ? ഏയ് ഇല്ല ചേച്ചി. പിന്നെ പെട്ടെന്ന് ഗൾഫിലേക്ക് മടങ്ങാനുള്ളതല്ലേ. അതിനിടയിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാ വേണോട്ടൻ ഇങ്ങനെ ഓടി നടക്കുന്നത്. ജോലി തിരക്കൊക്കെ മനസ്സിലാക്കാം. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ചില ചിട്ടകളും ചടങ്ങുകളും ഒക്കെ ഇല്ലേ? സ്വീറ്റ്സ് വാങ്ങി വിതരണം ചെയ്യുക, അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ വിസിറ്റ് ചെയ്യുക, ആ വക കാര്യങ്ങൾ വല്ലോം ഇവിടെ നടന്നോ? ഏത് നേരം നോക്കിയാലും ഒരാളിങ്ങനെ മുനിയെ പോലെ ഇരിക്കും. ഹാ, മറ്റേ ആളാണെങ്കിൽ വാലയെ തീ പിടിച്ച പോലെ ഓട്ടോ. ഊർമിളെ, വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. അനിയത്തിമാരില്ലാത്തോണ്ടാവാം അടുത്തിടപഴകിയപ്പോ കുട്ടിയോട് എനിക്കൊരിഷ്ടം. അതുകൊണ്ട് പറയാ. എന്നെ ഇച്ചായനെയും പോലെ കുഞ്ഞുങ്ങളില്ലാതെ ജന്മം മുഴുവൻ കണ്ണീരും പ്രാർത്ഥനയായി കഴിയണ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. കുഞ്ഞിക്കാല് കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായ നിങ്ങൾക്കെങ്കിലും മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചൂടെ? അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഊർമിളെ, പിന്നെ എന്ത് ഭാര്യയും ഭർത്താവും, എന്ത് കുടുംബജീവിതം? എന്താ വേണോട്ടെ ഇങ്ങനെയൊക്കെ? ചോദിച്ചത് കേട്ടില്ലേ?
അച്ഛനും അമ്മയും നിൽക്കുമ്പോ രാമകൃഷ്ണേട്ടനോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇത്രയും കാലം അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതാണല്ലോ. എന്താ വേണുവേട്ടന് പറ്റിയത്? പറ്റിയത് എനിക്കല്ല, നിന്റെ ആങ്ങളയ്ക്കാ. ദേ മൃദുലേ, ഭ്രാന്ത് പിടിപ്പിക്കാവുന്ന പോകുന്നുണ്ടോ നീ? എനിക്കല്പം സ്വസ്ഥത വേണം. ഇല്ല, പോകുന്നില്ല. ഇത്രയും നാൾ വേണുവേട്ടനെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടിട്ട് മാറി നിന്നത് തന്നെയാ എല്ലാ കുഴപ്പത്തിനും കാരണം. നിനക്കിപ്പോ എന്താ വേണ്ടത്? അറിയാലോ, എന്റെ അമ്മയും ഏട്ടനും വേണുവേട്ടനെ പറ്റി പല കഥകളും പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. വേണുവേട്ടനിൽ നിന്നും എന്നെ അകറ്റാൻ അവർ ശ്രമിച്ചപ്പോഴൊക്കെ കൂടുതൽ അടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ മട്ടും ഭാവവും കാണുമ്പോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തോന്നുക. മൃദുലേ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, ഒന്നും പറയണ്ട. അമ്മ പറഞ്ഞത് ശരിയാ. വേണുവേട്ടന്റെ മനസ്സിലിപ്പോ സ്വന്തം അമ്മയും പെങ്ങളും അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിന്റെ ഒരു കോണിൽ പോലും ഞാനും മക്കളും ഇല്ല. ഓർക്കണുണ്ടോ, കഴകക്കാരന്റെ മകന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ആട്ടി ഇറക്കിയപ്പോഴും ഉറ്റവരെയൊക്കെ വെറുപ്പിച്ച് കൂടെ നിന്നവളാ മൃദുല. ഇത്രയും വേഗം അതൊക്കെ നിങ്ങൾ മറന്നു അല്ലേ? സത്യത്തിൽ എനിക്കിപ്പോ നിങ്ങളോട് പുച്ഛവാ, വെറുപ്പാ. അമ്മ അന്നും എന്നും പറയുന്ന കാര്യം ഓർത്തു പോവാ ഞാൻ. തറവാടിത്തം അതുണ്ടെങ്കിലേ ഭാര്യയോടും മക്കളോടും പിന്നെ ആരോടും സ്നേഹത്തോടും സംസ്കാരത്തോടും പെരുമാറൂന്ന്. ഒന്നെനിക്ക് ബോധ്യപ്പെട്ടു. കഴകക്കാരന്റെ മകനിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചതാ എന്റെ തെറ്റ്. നേരാ ഞാൻ സഹിക്കുന്നു. വളഞ്ഞ വഴി നീ എന്താ പറഞ്ഞിരുന്നെന്ന് എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. മിണ്ടിയാ വേണുവിന്റെ മറ്റൊരു മുഖം കാണും നീ. നോ നോ വേണു, നീ എന്തൊക്കെ പറഞ്ഞാലും സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എടാ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. തെറ്റാ നീ ചെയ്തത്, പൊറുക്കാനാവാത്ത തെറ്റ്. മാസങ്ങളും വർഷങ്ങളും ഭർത്താവിനെ പിരിഞ്ഞു കഴിയുന്ന ഭാര്യയുടെ മനസ്സ്, മക്കളുടെ വിങ്ങൽ, അതെന്തെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നോ, നെവർ. അതിന് നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇത്ര നിന്ദനാവാൻ കഴിയില്ലായിരുന്നു. അടുത്ത് കിട്ടുന്ന സമയത്ത് മനസ്സിൽ സ്നേഹം മുഴുവൻ കൊടുക്കേണ്ടതിന് പകരം തല്ലുക, നാണോ ഇല്ലടാ നിനക്ക്? എടാ പീറ്ററെ, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്നും നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവന് ഞാൻ ഏതാപത്തിനും കൂടെ നിന്നിട്ടുമുണ്ട്. പക്ഷെ എന്തോ ഇപ്പൊ എനിക്ക് നിന്നെ പിടികിട്ടുന്നില്ല. ഇന്നലെ രാത്രി മക്കൾക്ക് കളിപ്പാട്ടം വാങ്ങി കൊടുക്കാൻ കഴിയാത്തതിൽ ഏറെ സങ്കടപ്പെട്ടവനാ നീ. ആ നീയാ ഒരു രാത്രി പുലരുമ്പോഴേക്ക് ഇങ്ങനെ. വേണം, എന്താടാ നീ ഇങ്ങനെ? എനിക്കറിയില്ല, എന്നെ എനിക്ക് പോലും ഇപ്പൊ മനസ്സിലാക്കാനാവുന്നില്ല. വെറുക്കരുത്, എന്നെ ഇനിയും ശിക്ഷിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷ. വേണു, ഇത്രയും നാൾ തിരകളില്ലാതെ ശാന്തമായ കടൽ പോലെയായിരുന്നു നിന്റെ ജീവിതം. അതുതന്നെയായിരുന്നു നിന്റെ ഡ്രോബാക്കും. അവിചാരിതമായി കാറ്റും കോളും വന്നപ്പോൾ നീ വളരെ നെർവസായി. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന പോലെ ദേഷ്യവും നിരാശയും മുഴുവൻ കാണിച്ചത് നിന്റെ കുടുംബത്തോട്. റിയലി ഷെയിം. കുറ്റബോധമുണ്ടടാ. ഓർക്കും തോറും വല്ലാത്ത സങ്കടമുണ്ട്. ഉറ്റവരും ഉടയവരും ഒക്കെ എതിർത്തിട്ടും എന്റെ കൂടെ ജീവിക്കാൻ വാശി പിടിച്ചോളാം മൃദുല. ആ അവളെയാ ഞാൻ സമ്മതിക്കുന്നു. മാപ്പറിയിക്കാത്ത തെറ്റ് തന്നെയാ ഞാൻ ചെയ്തത്. ഏയ്, ഡോണ്ട് ബി അപ്സെറ്റ്. തെറ്റുകൾ തിരുത്താൻ ഇനി ധാരാളം സമയമുണ്ട്. പണം, ബിസിനസ്, സൊസൈറ്റിയിലെ അംഗീകാരം, ഇതൊക്കെ എന്ന് നഷ്ടപ്പെടാം, നേടാം. പക്ഷെ കുടുംബം, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ തകർന്ന കണ്ണാടി പോലെയാകും അത്. അത് പിന്നെ ഒരിക്കലും വിളക്കിച്ചേർക്കാൻ കഴിയില്ല.